നമ്മുടെ കേരളത്തിലെ ആശുപത്രികൾ ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതൊരു അസമയത്ത് അല്ലെങ്കിൽ ഏതൊരു പാതിരാത്രി ആയിരുന്നാലും എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ജീവൻ രക്ഷിക്കുന്ന ഒരു സ്ഥാപനം. അതാണ് പണ്ട് മുതലേ ആശുപത്രിയെ ജനങ്ങൾ കാണുന്നത്. പക്ഷേ ഈ ആശുപത്രികൾ തന്നെ ജനങ്ങളെ കാർന്നു തിന്നുന്ന ഒരു ചെകുത്താന്റെ കോട്ടയായാൽ എങ്ങനെയിരിക്കും? അതാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു കേന്ദ്ര ഏജൻസിയുടെ ഒരു വൺ ടീം കൊച്ചിയിലെ 4 പ്രധാന ആശുപത്രികളിലാണ് ഇന്ന് പരിശോധന നടത്തിയത്. 1 രാജഗിരി, 2 മെഡിക്കൽ ട്രസ്റ്റ്, 3 ആംസ്റ്റർ, അതോടൊപ്പം തന്നെ 4-ാമത്തേത് ലേക്ക് ഷോർ ഉൾപ്പെടെ ഈ 4 ആശുപത്രികളാണ് വ്യാപകമായി പരിശോധന നടത്തിയത്. അതായത് അവയമാഫിയുമായി ബന്ധപ്പെട്ട് ഇവിടെ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ആശുപത്രികളിലേക്ക് നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളത്തിലെ ആശുപത്രികളുടെയൊക്കെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ആശുപത്രി തുടങ്ങിയ ആളുകളല്ല ഇതിൻ്റെയൊക്കെ മാനേജിംഗ് ഡയറക്ടറായിട്ടും അല്ലെങ്കിൽ തലപ്പത്തൊക്കെ ഇരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയിലെ കമ്പനികളാണ്. അതായത് ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ KKR പോലെ TPG തുടങ്ങിയ ആശുപത്രികളാണ് ഇപ്പോൾ ഈ കേരളത്തിലെ ആശുപത്രികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ കേരളത്തിലെ പ്രമുഖ ആശുപത്രികളിലൊക്കെ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. KKR ആണെങ്കിൽ കേരളത്തെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഏറ്റെടുക്കുകയും കോഴിക്കോട് മെത്ര ഹോസ്പിറ്റലിൽ നിക്ഷേപം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ബ്ലാക്ക് സ്റ്റോൺ നമ്മുടെ നിംസ് ഹോസ്പിറ്റലിലൊക്കെ 3500ഓളം കോടി രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെയൊക്കെ റൂട്ട്, ഇതിൻ്റെയൊക്കെ ട്രാക്ക് എങ്ങോട്ടായിരിക്കും, ജനങ്ങളെ സേവിക്കാനായിരിക്കത്തില്ല ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്നത്. ED ഉദ്യോഗസ്ഥർ പ്രധാനമായിട്ടും ഒരു പരിശോധന നടത്തുന്നത് കേരളത്തിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു അവയ മാഫിയയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഒരു സ്വകാര്യ വാർത്താ ചാനൽ ആദ്യമായി തന്നെ അവർ മിഴി തുറന്നപ്പോൾ ആദ്യമായി അവരുടെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി എന്ന് പറയുന്നത് കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ അവയമാഫിയ നടക്കുന്നുണ്ട് എന്ന് അവർ തുറന്നു കാണിച്ചതാണ്. അവിടെ അവയമാഫിയയുടെ ഏജന്റുമാരുണ്ട്. ആർക്കെങ്കിലും ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വരുന്ന സമയത്ത് ഡോക്ടർമാർ പറയുമ്പോൾ അവരെ കൊണ്ടുപോകാനായിട്ട് വരെ ഏജന്റുമാർ 24 മണിക്കൂറും കേരളത്തിലെ പ്രധാന ആശുപത്രികളിൽ തമ്പടിച്ച് നിൽക്കുന്നുണ്ടെന്ന് കേരളത്തിലെ ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനം തന്നെ അവരുടെ ഇനാഗുറേഷൻ സമയത്ത്, മിഴി തുറക്കുന്ന സമയത്ത് തുറന്നു കാണിച്ചതാണ്. അന്ന് പിണറായി സർക്കാരാണ് ഭരിക്കുന്നത്, നമ്മുടെ കേരളം ഭരിക്കുന്നത്. സർക്കാർ ഇതൊന്നും തന്നെ കണ്ടില്ല, ഒന്നും തന്നെ കേട്ടില്ല എന്ന രീതിയിലേക്ക് സർക്കാർ എടുത്തു. നമ്മുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ, സംസ്ഥാന ഇന്റലിജൻസ് ടീം ഒന്നും അറിഞ്ഞില്ല, സ്പെഷ്യൽ ബ്രാഞ്ച് ഒന്നും അറിഞ്ഞില്ല. പിന്നെ എന്തിനാണ് ഈ ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ ഇങ്ങനെ 24 മണിക്കൂറും ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം കേരളത്തിൽ തന്ത്രപ്രധാനമായ രാജ്യ ഭീഷണിയെ തന്നെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഇവരൊന്നും തന്നെ അറിയില്ല എന്നാണ്, ഇവരൊന്നും തന്നെ അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്ന രീതിയിലാണ് ഇവർ ഇരിക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുക. എന്തായാലും മന്ത്രിമാരുടെ ദേഹത്തൊന്നും ജനങ്ങൾ കൈവയ്ക്കാൻ പോകുന്നില്ല. അങ്ങനെ കൈവച്ചിരുന്നുവെങ്കിൽ എന്നേ കേരളത്തിലെ ഒരു മന്ത്രിസഭ നന്നായി മാറുമായിരുന്നു എന്നതാണ് എനിക്ക് പറയാനുള്ളത്.